ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റുകളുമാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പാർലമെൻറ്റുകളും അവയുടെ പേരുകളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ത്യ ന്യൂസിലൻഡ് പാർലമെൻറ്റാണ്. ഇന്ത്യൻ്റെയും ന്യൂസിലൻഡിൻ്റെയും പാർലമെൻറ്റിൻ്റെ പേര് പാർലമെൻറ്റ് തന്നെയാണ്. USA പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുടെ PSL മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള രാജ്യങ്ങളുടെ എല്ലാം പാർലമെൻറ്റുകളുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയം രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റുകളുടെ പേരുമാണ്. അതിലാദ്യമായി വരുന്നത് ഇന്ത്യ, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, കാനഡ എന്നിവയുടെ എല്ലാം പാർലമെൻറ്റുകളുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. ഇന്ത്യ, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, കാനഡ എന്നിവയുടെ പാർലമെൻറ്റിന് പേര് പാർലമെൻറ്റാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ്റെ പാർലമെൻറ്റാണ്. ബ്രിട്ടൻ്റെ പാർലമെൻറ്റാണ്. ഓസ്ട്രേലിയ, ബെൽജിയം ഇവ രണ്ടിൻ്റെയും പാർലമെൻറ്റിൻ്റെ പേര് ഫെഡറൽ പാർലമെൻറ്റ്. ഓസ്ട്രേലിയ, ബെൽജിയം ഫെഡറൽ പാർലമെൻറ്റ്. അടുത്തതായി ഗ്രീസിൻ്റെ പാർലമെൻറ്റ് ഹെല്ലനിക് പാർലമെൻറ്റ്. ഗ്രീസിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര് ഹെല്ലനിക് പാർലമെൻറ്റ്. അടുത്തതായി USA, കൊളംബിയ എന്നിവ രണ്ടിൻ്റെയും കോൺഗ്രസ് ആണ്. USA, കൊളംബിയ പാർലമെൻറ്റിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. അടുത്തതായി അർജൻറ്റീന, ബ്രസീൽ, ബൊളോവിയ എന്നിവയെല്ലാം നാഷണൽ കോൺഗ്രസ് ആണ്. അർജൻറ്റീന, ബ്രസീൽ, ബൊളീവിയ എന്നിവയുടെ പാർലമെൻറ്റ് നാഷണൽ കോൺഗ്രസ് ആണ്. അടുത്തതായി ചൈനയുടെ പാർലമെൻറ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഏറ്റവും വലിയ പാർലമെൻറ്റാണ് ചൈനയുടെ പാർലമെൻറ്റായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. അടുത്തതായി ലിബിയ ജനറൽ പീപ്പിൾസ് കോൺഗ്രസ്. അടുത്തതായി കെനിയ, ഫ്രാൻസ് എന്നിവയുടെ പാർലമെൻറ്റ് നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി എന്ന് അറിയപ്പെടുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ഷോറ അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി എന്നറിയപ്പെടുന്നു. എന്നും അറിയപ്പെടുന്നു. നേപ്പാളിൻ്റെ പാർലമെൻറ്റ് നാഷണൽ പഞ്ചായത്ത്. അടുത്തതായി അൾജീരിയൻ്റെ പോപ്പുലർ നാഷണൽ അസംബ്ലി. ഇന്തോനേഷ്യ പീപ്പിൾസ് കൺസൾട്ടേറ്റീവ് അസംബ്ലി. ഈജിപ്ത് പീപ്പിൾസ് അസംബ്ലി. അതുപോലെ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമർ പീപ്പിൾസ് അസംബ്ലിയാണ് പാർലമെൻറ്റിൻ്റെ പേര്. ഈജിപ്തും മ്യാൻമറും പീപ്പിൾസ് അസംബ്ലി. ഓസ്ട്രിയ ഫെഡറൽ അസംബ്ലി. സ്വിറ്റ്സർലാൻഡും ഫെഡറൽ അസംബ്ലിയാണ്. ഫെഡറൽ അസംബ്ലി. മാലിദ്വീപും ഇറാനും മജ്ലിസാണ്. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് മജ്ലിസ് ഇ ഷുരു. അടുത്തതായി ഇറാഖ് മജ്ലിസ് അൽ വദാനി. ജോർദാൻ മജ്ലിസ് അൽ ഉമ. ഇറാഖിൻ്റെ ആണെങ്കിൽ മജ്ലിസ് അൽ വദാനി, ജോർദാൻ മജ്ലിസ് അൽ ഉമ. അടുത്തതായി അയർലാൻഡ് ഓറിക്ടസ്. ഇസ്രയേൽ നെസറ്റ്. ജപ്പാൻ്റെ ഡയറ്റാണ്. അടുത്തതായി ജർമ്മനി ബുണ്ടസ്ടാഗ്. ഡെൻമാർക്കിൻ്റെ ഫോൾഗറ്റിംഗ്. ഐസ്ലാൻഡ് അല്ലെങ്കിൽ ഐലാൻഡ് എന്ന് പറയുന്നത് അൽത്തിങ് ആണ്. ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റ് അൽത്തിങ് ആണ്. ഏറ്റവും പഴയ പാർലമെൻറ്റാണ് ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റായ അൽത്തിങ്. അടുത്തതായി ദക്ഷിണാഫ്രിക്ക ഹൗസ് ഓഫ് അസംബ്ലി. ദക്ഷിണാഫ്രിക്കൻ്റെ പാർലമെൻറ്റ് ഹൗസ് ഓഫ് അസംബ്ലി. അടുത്തതായി ക്യൂബ നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ. അടുത്തതായി ബംഗ്ലാദേശ് ജാതീയ സംസദ്. ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റ് ജാതീയ സംസദ്. ഫിൻലാൻഡിൻ്റെ എഡസ്കുന്ത. പോളണ്ടിൻ്റെ പാർലമെൻറ്റ് സെജം. നെതർലാൻഡ് നെതർലാൻഡിൻ്റെ പാർലമെൻറ്റ് സ്റ്റേറ്റ് ജനറൽ. അടുത്തതായി നോർവേൻ്റെ പാർലമെൻറ്റ് സ്റ്റോർട്ടിംഗ്. അടുത്തതായി സ്പെയിൻ കോർട്ടസ് അല്ലെങ്കിൽ കോർട്ടസ് ജനറൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി
കോൺഗ്രസ് ഓഫ് ദി യൂണിയൻ, മെക്സിക്കോയുടെ പാർലമെൻറ്റ് കോൺഗ്രസ് ഓഫ് ദി യൂണിയൻ. അടുത്തതായി ഭൂട്ടാൻ, ഷോഗുഡു, ഭൂട്ടാൻ്റെ പാർലമെൻറ്റ് ഷോഗുഡു. അടുത്തതായി റഷ്യ, ഡ്യൂമ, റഷ്യൻ്റെ പാർലമെൻറ്റ് ഡ്യൂമ. അടുത്തതായി സ്വീഡൻ, റിക്സ്ഡാഗ്, സ്വീഡൻ്റെ പാർലമെൻറ്റ് റിക്സ്ഡാഗ്. അടുത്തതായി സിംബാബ്വെ, ഹൗസ് ഓഫ് ദി അസംബ്ലി, സിംബാബ്വെൻ്റെ പാർലമെൻറ്റ് ഹൗസ് ഓഫ് ദി അസംബ്ലി. അടുത്തതായി മംഗോളിയ, ഗ്രേറ്റ് പീപ്പിൾസ് ഗുറൽ, മംഗോളിയൻ്റെ പാർലമെൻറ്റ് ഗ്രേറ്റ് പീപ്പിൾസ് ഗുറൽ. അടുത്തതായി ബഹ്റിൻ, കൺസൾട്ടേറ്റീവ് കൗൺസിൽ, ബഹ്റിൻ്റെ പാർലമെൻറ്റ് കൺസൾട്ടേറ്റീവ് കൗൺസിലാണ്. അടുത്തതായി കോങ്കോ, റിപ്പബ്ലിക് ഓഫ് നാഷണൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, കോങ്കോ റിപ്പബ്ലിക് ഓഫ് നാഷണൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അടുത്തതായി തായ്വാൻ, യുവാൻ, തായ്വാനിൻ്റെ പാർലമെൻറ്റ് യുവാൻ എന്നറിയപ്പെടുന്നു. പരമാവധി രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. PSC പഠിക്കുന്നതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് പാർലമെൻറ്റുകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.